പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 7ാം ക്ലാസ് ഗണിതം മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്ന് എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ഇത് തന്നിരിക്കുന്ന ഒരു സാമാന്ത്രികമാണ്, ഒരു പാരലോഗ്രമാണ്. ചിത്രത്തിൽ ABCD ഒരു സാമാന്ത്രികമാണ്. XYZ എന്നീ കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. XYZ ഇത് മൂന്നിൻ്റെയും അളവുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആംഗിൾ A നമുക്ക് തന്നിട്ടുണ്ട് 120. എന്താണ് സാമാന്ത്രികത്തിൻ്റെ പ്രത്യേകത? എന്താണ്? ഈ 4 സൈഡും, അതായത് എയും ബിയും സിയും ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക, അല്ലേ? പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാവുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ എക്സ് ഈക്വൽ, ശ്രദ്ധിക്കാം, എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? വൈക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ എ എന്ന് പറയുന്നത്, അല്ലേ, എ എന്ന് പറഞ്ഞിടത്ത് തന്നേക്കുന്നത് ആംഗിൾ സി, അതായത് ഇസഡ് ആണ് ഇവിടെ തന്നേക്കുന്നത്, അതിന് ഈക്വൽ ആയിരിക്കും, അല്ലേ? എക്സ് വൈക്ക് ഈക്വൽ, അതായത് നമുക്ക് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? എ സിക്ക് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഡി ആംഗിൾ ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ 120 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ സി എത്രയാണ്? അതായത് ഇസഡ് എത്രയാണ്? 120 ആയിരിക്കും. ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഇടണേ? 360. അപ്പം 360 നിന്ന് 120 പ്ലസ് 120 അത് കൂട്ടിയിട്ട് എന്ത് ചെയ്താണ് മതി? മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ് കിട്ടുന്നത്? ബാക്കി 120 കിട്ടും. അതായത് ഇവിടെ 60ഉം ഇവിടെ 60ഉം, അതായത് ആംഗിൾ എക്സ് എന്ന് പറയുന്നത് 60 ആയിരിക്കും, ആംഗിൾ എക്സ് 60 ആയിരിക്കും, വൈ 60 ആയിരിക്കും, ആംഗിൾ ഇസഡ് എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എക്സ് 60 ഡിഗ്രി, വൈ 60 ഡിഗ്രി, ഇസഡ് 120 ഡിഗ്രി. ഇനി ബി ക്വസ്റ്റ്യൻ, സമാന്തരമായ 2 വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ഒരു ചെറിയ കോണും വലിയ കോണും കൂട്ടിയാൽ 90 ഡിഗ്രി ആകും. വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഓരോ വലിയ കോണും ചെറിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ചെറിയ കോണുകളെല്ലാം 90 വീതമാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 2ഉം 3ഉമാണ്. 2ഉം 3ഉം വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. അതുപോലെ വലിയ കോണും ചെറിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചിത്രത്തിലെ ത്രികോണത്തിലെ കോണുകളാണ് പി, ക്യു, ആർ എന്നിവ. കോൺ പിയുടെയും കോൺ ക്യൂവിൻ്റെയും തുക, അതായത് ഈ പിയും ക്യൂവും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 130 ഡിഗ്രി കിട്ടുമെന്നാണ് പറഞ്ഞേക്കണേ. കോൺ ആറിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. 6 നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയണേ. ഇത് 3ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം? 180 കിട്ടുമെന്ന് അറിയാം. അപ്പം 180 നിന്ന് പിയും ക്യൂവും 130 ആണ്. അപ്പോൾ 180 മൈനസ് 130 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 180 നിന്ന് 130 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 50 ഡിഗ്രി. അപ്പോൾ ഉത്തരം നിങ്ങൾ എത്ര എഴുതേണ്ടത്? 50 ഡിഗ്രി എന്നാണ്. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മീറ്റർ തുണിയുടെ വില 65.50 രൂപയാണ്. ഇത്തരം 2.5 മീറ്റർ തുണി വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ എന്ത് ചെയ്യണം? 65.50 ഇൻറ്റു 2.5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര രൂപ വേണം? 163.75. 65.50 ഇൻറ്റു 2.5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 163.75 രൂപ എന്ന്. ഇനി 262 രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഇതേ വിലയുള്ള എത്ര മീറ്റർ തുണി വാങ്ങാൻ കഴിയുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 262 എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 65.50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 262 ഡിവൈഡഡ് ബൈ 65.50 എന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4. അപ്പോൾ 4 മീറ്റർ തുണിയാണ് വാങ്ങിക്കാൻ കഴിയുക. ഇനി സി ക്വസ്റ്റ്യൻ, 2.356 ഇൻറ്റു 14.7 തുല്യമായ ഗുണനഫലം കിട്ടാത്തത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 2.356 ഇൻറ്റു 1.47. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ 2 എയും ബിയും ഉണ്ട്. ഇതിലൊന്ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള എന്ന് പറയുമ്പോൾ 11 നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്? നമുക്ക് സ്ക്വയറുകളുള്ളത് നോക്കണം, അല്ലേ? ഇപ്പോൾ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 36 നിന്ന് 25 മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 11 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 5 സെൻറ്റിമീറ്ററും 6, അതായത് ഹൈപ്പോട്ടീനിയസ്
ബേസും ഹൈറ്റും എന്താണ് ഏതെങ്കിലും ഒന്ന് 5 സെൻറ്റിമീറ്ററും പിന്നെ ഹൈപ്പോട്ടീനിയസ് 6 സെൻറ്റിമീറ്ററും ആകാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. അതായത് ഒന്നെങ്കിൽ എന്താണ് ഇത് 6 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഇതെന്താണ് ഇത് 6 സെൻറ്റിമീറ്റർ അല്ല, ഇത് 5 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 6 സെൻറ്റിമീറ്ററും ആകത്തക്ക വിധത്തിൽ എന്ത് ചെയ്യണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം, മട്ടത്രികോണം വരയ്ക്കണം. അല്ലെങ്കിൽ ഈ ഈ സൈഡ് 5 ആയിട്ട് എടുക്കാം. ഈ സൈഡ് എന്തായിരിക്കണം 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. 36 - 25 ചെയ്താൽ 11 കിട്ടുക അല്ലേ, 6 സ്ക്വയർ - 5 സ്ക്വയർ. ഇനി ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യതയുള്ളത് ചുവടെയുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്ത് ഒരു സമചതുരം അല്ലേ, ഒരു ഇതാക്കണം. പിന്നെ എന്താണ്, ഇവിടെ സമചതുരമല്ല ചതുരമാക്കണം. പിന്നെ അതുപോലെ ഇതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആക്കി മാറ്റണം. റൈറ്റ് ആംഗിൾ അപ്പോൾ നോക്കിയേ എന്താണ് പ്രത്യേകത, ഇത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്ത് തന്നെയായിരിക്കും 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ബാക്കി എത്രയായിരിക്കും, 13 8 മൈനസ് ചെയ്താൽ ഇവിടെ 5 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. ഇവിടെ 5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ 12 സെൻറ്റിമീറ്റർ, ഇവിടെ 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും, നമുക്ക് ഇത് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഇത് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 4ാമത്തെ വശം എന്ന് പറയുന്നത് 13 ആണ്. ഇതെല്ലാം കൂടെ കൂടി കൂട്ടിയാൽ മതി അല്ലേ. 13 പ്ലസ് എന്താണ് 8 പ്ലസ് 12 ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടും, 46 സെൻറ്റിമീറ്ററിന് കിട്ടും. 46 സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ ഉത്തരം 46 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, 19 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം ഒരു മട്ടത്രികോണത്തിന്റെ ഒരു വശമായി വരണം. ഇതിന് മട്ടത്രികോണത്തിന്റെ മറ്റ് 2 വശങ്ങളുടെ അളവുകളായി എടുക്കാവുന്ന ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഡി. ഓപ്ഷൻ ഡി ആണ്. 10 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററുമാണ്. 10 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരാളുടെ മാസ വരുമാനം 36,000 രൂപയാണ്. ഇതിൽ നിന്നും 5,400 രൂപ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. എ ക്വസ്റ്റ്യൻ, സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നത് മൊത്തം വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റിവെക്കുന്നത് 5,400 ആണ്. 5,400 ഡിവൈഡഡ് ബൈ 36,000 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 വെട്ടുക. പിന്നെ എന്താണ് 5,400 ഡിവൈഡഡ് ബൈ 360 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, നമുക്ക് 15% എന്ന് ഉത്തരം കിട്ടും. 5,400 നമ്മൾ എന്ത് ചെയ്തു, 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 15% എന്ന് കിട്ടി. ഇനി സമ്പാദ്യത്തിനായി ഓരോ മാസവും മാറ്റി വയ്ക്കുന്ന 5,400 രൂപയുടെ 65% ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക എത്ര? അപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 5,400 ഇൻറ്റു എത്ര ശതമാനമാണ്, 65% ഡിവൈഡ് ബൈ 100. 0 വെട്ടിപ്പോയി. 54 ഇൻറ്റു 65 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടും, 35,510 രൂപ എന്ന് കിട്ടും. എത്രയാണ് കിട്ടുന്നത്, 3,510 എന്ന് ഉത്തരം കിട്ടും. അത്രയും രൂപയാണ്, 3,510 റുപ്പീസ് എന്നാണ് ഉത്തരം കിട്ടുക. ഇനി സി, ഭാഗം 1 ഭിന്നസംഖ്യ രൂപവും ഭാഗം 2 ശതമാന രൂപവും തന്നിരിക്കുന്നു. മുകളിൽ കൊടുത്തവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതിയാൽ ചുവടെ തന്നതിൽ ശരിയേതെന്നാണ്. 1/6 ഇവിടെ 6 ആണ്, 2/3 പി ആണ്, 1/3 എസ് ആണ്. അതായത് ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ മുകളിൽ കൊടുത്ത ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ബി എച്ച് അല്ലേ. പരപ്പളവ് കാണാൻ ഹാഫ് ബി എച്ച്, ബേസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. മുകളിൽ കൊടുത്ത ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. ഹാഫ് ഇൻറ്റു നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഹാഫ് ഇൻറ്റു അപ്പോൾ 3 24 എന്നാണ് കിട്ടുന്നത് അല്ലേ. 8 ഇൻറ്റു 3 24 എന്നാണ് കിട്ടുന്നത്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡ് ചെയ്താൽ കിട്ടും 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഉത്തരം എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്.
ഇനി ഇതേ പരപ്പോഴുള്ള മറ്റൊരു മട്ടത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ വരയ്ക്കാം? നമ്മുടെ സൈഡുകൾ അല്ലേ, അതായത് ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്തായിട്ട് വരയ്ക്കണം? പെർപെൻഡിക്കുലർ സൈഡ്സ് നമ്മൾ 8ഉം 3 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കണം. 8ഉം 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. ഇനി സി ക്വസ്റ്റ്യൻ. 2 വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്ററുമായി വരയ്ക്കാവുന്ന വ്യത്യസ്ത ത്രികോണങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്നാണ്? ഓപ്ഷൻ എ 1 ആണ്. എത്രയാണ് ഉത്തരം? 1 ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ 7, 12, 17, 22 ഈ സംഖ്യാകൂട്ടം നോക്കൂ. ഈ സംഖ്യകളിൽ ഏതിനെയും 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്? അപ്പോൾ ഈ സംഖ്യകളെയൊക്കെ 5 കൊണ്ട് ഹരിച്ച് വെക്കുക. 7നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 5 5, 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 കിട്ടും. ഇതുപോലെ 12, 12നെ 5 കൊണ്ട് ചെയ്താൽ 1 5 5, 25 10, 12ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 2. അപ്പോൾ ഏതും ചെയ്താലും മിച്ചം എത്ര കിട്ടുന്ന ബാലൻസ്? 2 ആണ് കിട്ടുന്നത്. 100 ഈ സംഖ്യാകൂട്ടത്തിൽ ഉണ്ടായിരിക്കുമോ? എന്തുകൊണ്ട്? 100 എന്ന് പറയണത് ഇതിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ 100 ഉണ്ടാവുമോ? അപ്പോൾ 100നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10 എടുക്കുക അല്ലേ? 1 5 5, 25 10. അപ്പോൾ ഇല്ല, ഇതിനെ പൂർണ്ണമായും ഹരിച്ചു പോവും, മിച്ചമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഉണ്ടായിരിക്കില്ല. ഇനി സി ക്വസ്റ്റ്യൻ. ഈ സംഖ്യകളുടെ എല്ലാം പൊതുവായ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു ഒന്നാമത്തെ സംഖ്യ n എന്ന് പറയുന്നത് 1 2 3, അങ്ങനെ നമ്മൾ ഏത് സംഖ്യയാണെന്ന് വെച്ചാൽ അതാണ് കേട്ടോ. +2 നോക്കിയേ, 1 5 5, 5 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 + 2 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. ഒന്നാമത്തെ സംഖ്യ 7. ഇനി 5 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ n എന്നുള്ളത് രണ്ടാമത്തെ സംഖ്യ അല്ലേ, 2 5 ഇൻറ്റു 2 പ്ലസ് എത്രയാണ്? 2. അപ്പോൾ 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10, 10 + 2 എന്ന് പറഞ്ഞാൽ 12. ഇപ്പോൾ രണ്ടാമത്തെ സംഖ്യ 12 അല്ലേ. അപ്പോൾ നമ്മുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ 5n + 2 ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടത് എത്രയാണ്? 5n + 2 എന്നാണ്. ഇനി 4, 7, 10 എന്നീ സംഖ്യാകൂട്ടത്തിൻ്റെ പൊതുവായ ബീജഗണിത രൂപം ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ്? സി ആണ്. 3n + 1, അതായത് 3 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ 1 + 1 നോക്കിയേ, 3 ഇൻറ്റു 1 3, 3 + 1 4 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ ഇനി അടുത്തതിന് ഇടുമ്പോൾ 3 ഇൻറ്റു 2 + 1, അപ്പോൾ 3 ഇൻറ്റു 2 6, 6 + 1 7. ഇതിൻ്റെ സി ആണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളത്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ വിവിധ കളികൾ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ശതമാന രൂപത്തിൽ വൃത്തചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണ്? ഫുട്ബോൾ ആണ്. ഒന്നാമത്തെ ആൻസർ അതാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് ആകെ കുട്ടികളുടെ എത്ര ഭാഗമാണ്? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് കണ്ടോ, ഇത് മൊത്തം ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 4 ഭാഗമായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? 1/4. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആകെ കുട്ടികളുടെ എത്ര ഭാഗമാണ്? 1/4 ആണ്. ഇനി ആകെ കുട്ടികളുടെ ഏകദേശം 1/6 ഭാഗം ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്നാണ് ചോദിച്ചേക്കണം. 1/6 എന്ന് പറയണത് ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാഡ്മിൻ്റൺ. ഏതാണ്? ബാഡ്മിൻ്റൺ ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. ഇതാണപ്പോൾ സി എന്ന് പറയുന്നത്. ഡി. ആകെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കാതെ ചുവടെ കൊടുത്തതിൽ ഏതിനാണ്? സി. ഫുട്ബോള്, ബാഡ്മിൻ്റൺ, കബഡി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സി ആണ്. ഇനി അപ്പോൾ പിന്നെ വൃത്തചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം തയ്യാറാക്കുക. ഇനി ഹോക്കി കളിക്കുന്ന കുട്ടികളുടെ ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാന്ന് വെച്ചാൽ ഹോക്കി. അങ്ങനെ എഴുതാം. ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഹോക്കിയാണ്. അങ്ങനെ ഇഷ്ടമുള്ളൊരു ചോദ്യം നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഫുട്ബോൾ, രണ്ടാമത്തെ 1/4, മൂന്നാമത്തെ ബാഡ്മിൻ്റൺ, അടുത്തത് ഡി ക്വസ്റ്റ്യനിൽ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.